കഴിഞ്ഞ സൺഡേ അത് കപ്പ ബിരിയാണി കൊണ്ടുപോയി കേട്ടോ. അതിനുള്ള ആക്ഷൻസും വന്നിട്ടുണ്ട് ഗാനേച്ചിൻ്റെ വക. കപ്പ പൊളിച്ച് വൃത്തിയാക്കേണ്ട ടാസ്ക് എനിക്കും ശരത്തിനോട്ടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് കഴുകി കുട്ടപ്പനാക്കി അങ്ങ് എടുത്തിട്ടുണ്ടേ. എന്തെങ്കിലും പണി എടുക്കണ്ടേ എന്ന് വെച്ചിട്ട് വെള്ളത്തിൽ മസിൽ പിടിച്ച് വെക്കുന്നു നമ്മുടെ നിതിൻ. അരുൺ സാർ ചിക്കനുള്ള വറവിനുള്ള പരിപാടിയിലാണേ. അരി നൈസിലവിടെ വേവുന്നുണ്ട്. പിന്നെ നമ്മുടെ അമറൂട്ടൻ പതിവ് പോലെ തന്നെ ഫോണിൽ കളിച്ചുകൊണ്ടങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ ഷെഫ് വറവെല്ലാം എടുത്തിരുന്ന അരച്ച് കൂട്ടാനുള്ള പരിപാടിയിലാണേ. അതിനിടയ്ക്ക് ഞാൻ ചോറിനെ ഒന്ന് പുറത്തേക്ക് ട്രാൻസ്ഫർ അടിച്ചു കേട്ടോ. പിന്നെ നാടൻ ചിക്കൻ കറി വെക്കാനുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ എന്തെല്ലോ ആകുന്നു. അതും ഗാനേച്ചിയുടെ മേൽനോട്ടത്തിൽ രാജാവിനെ പോലെ ഒരാളോട് കിടക്കുന്നുണ്ട് കേട്ടോ, ഒന്നും അറിയാതെ. ആഹാ, കപ്പ ബിരിയാണിക്ക് ബീഫും കാര്യങ്ങളൊക്കെ ഇട്ടുന്ന് കുക്കറിലിട്ട് അടിക്കാനുള്ള പരിപാടിയിലാണേ. എന്തൊക്കെയായാലും കൂട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ചിക്കൻ നോക്കിക്കേ, എന്തൊക്കെയോ ഒരു കോലല്ലേ. പിന്നെ ഇടയ്ക്കൊരു ഡ്രിങ്ക് അടിക്കേണ്ടതെന്ന് വെച്ചിട്ട് അരുണ്ട വക നല്ല തണ്ണിമത്തൻ വിത്ത് പാല് അടിച്ചങ്ങെടുത്തിട്ടുണ്ട് കേട്ടോ. ആഹാ, അടിപൊളി, അത് കലക്കി. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഇറച്ചി ഒരു ടൈറ്റാണെന്നാണ് വിചാരിച്ചത് കാണുമ്പോഴും. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. കപ്പ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ബീഫ് കിടന്ന് കൂവുന്നുണ്ടേ, എടുക്കാനായിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ജോസേട്ടൻ്റെ മാസ് എൻട്രി. പുള്ളിയാണ് നമ്മുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള സ്പോൺസർ. താങ്ക് യു ജോസേട്ടാ. അതിനിടയ്ക്ക് നമ്മൾ പതിവ് പോലെ പുതിയ ഗെയിം കഴുത കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്. ആഹാ, അടിപൊളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് ഫോളോ.